സാങ്കേതികവിദ്യയുടെ വേഗത്തിലുള്ള വളർച്ചയോടെ ജ്വല്ലറി മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ വ്യാപകമായി വർദ്ധിക്കുന്നതായി IGJ ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേകിച്ച് ജ്വല്ലറി ഡിസൈനിംഗ് രംഗം യുവജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന മേഖലയായി മാറിയിരിക്കുകയാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിപരമായ ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതാണ് ജ്വല്ലറി ഡിസൈനിങ്ങിന്റെ അടിസ്ഥാന പ്രവർത്തനം. പരമ്പരാഗത രീതികൾക്ക് പുറമെ ആധുനിക സാങ്കേതികവിദ്യകളുടെ ഉൾക്കൊള്ളൽ ഈ മേഖലയെ കൂടുതൽ വിപുലവും പ്രൊഫഷണലാക്കിയതുമായി വിദഗ്ധർ വിലയിരുത്തി. പ്രത്യേകിച്ച് CAD സാങ്കേതികവിദ്യയുടെ ഉപയോഗം ഡിസൈനിങ്ങിൽ കൃത്യതയും വേഗതയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3D മോഡലിംഗിന്റെ സഹായത്തോടെ ആഭരണങ്ങളുടെ രൂപം മുൻകൂട്ടി കാണാനും ആവശ്യമായ മാറ്റങ്ങൾ എളുപ്പത്തിൽ വരുത്താനും സാധിക്കുന്നു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ജ്വല്ലറി ഡിസൈനർമാർക്ക് വലിയ ആവശ്യകതയുണ്ടെന്നാണ് രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നെക്ലസ്, റിംഗ്, ഇയറിംഗ് തുടങ്ങിയ ആഭരണങ്ങളുടെ ഡിസൈനിങ്ങിൽ വൈദഗ്ധ്യം നേടിയവർക്ക് മികച്ച തൊഴിലവസരങ്ങളാണ് ലഭ്യമാകുന്നത്. രാജ്യത്തെ പ്രമുഖ പരിശീലന സ്ഥാപനങ്ങളിലൊന്നായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ഈ മേഖലയിലെ പരിശീലനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. പ്രായോഗിക പരിശീലനം, വ്യവസായ ബന്ധം, നവീന സാങ്കേതിക വിദ്യകളുടെ പരിചയം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയിൽ സജ്ജരാക്കുന്നതിൽ IGJ മുൻപന്തിയിലാണെന്നും ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മികച്ച തൊഴിൽ ലഭിക്കുമെന്നും ജ്വല്ലറി വ്യവസായത്തിന്റെ വളർച്ചയെ മുൻനിർത്തി കൂടുതൽ യുവാക്കളെ രംഗത്തേക്ക് ആകർഷിക്കാൻ വിവിധ പരിശീലന പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കി വരുന്നതായും വാർത്താ സമ്മേളനത്തിൽ IGJ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ IGJയുടെ സാരഥികളായ ഡോക്ടർ S. ദിനേശ്, വൈസ് പ്രിൻസിപ്പൽ S. അഖിൽ, കാർത്തിക് പെരുമാൾ, യാഷിക കരോടിവൽ, R. ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.